വസ്തുതകളെ ഇഴക്കീറി പരിശോധിക്കുന്ന നമ്മുടെ ഈ സംവാദവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം. ഈയടുത്ത് പുറത്തുവന്ന വളരെ കൗതുകകരമായ ഒരു കേസ് സ്റ്റഡിയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയ്ക്ക് ആധാരം. മുൻ കോർപ്പറേറ്റ് അഭിഭാഷകനും നിലവിൽ ഒരു കമ്പനിയുടെ സിഇഒയുമായ ഒരു പിതാവും. അതെ, ഒപ്പം ജനറൽ പ്രാക്ടീഷണറായ, അതായത് ഒരു ഫുൾ ടൈം ഡോക്ടറായ മാതാവും. ശരിയാണ്. ആ മാതാപിതാക്കൾ തങ്ങളുടെ 8ഉം 5ഉം വയസ്സുള്ള മക്കളെ, സുലൈമാനെയും ബിൽഖീസിനെയും പരമ്പരാഗത സ്കൂൾ സംവിധാനത്തിൽ നിന്നും പൂർണ്ണമായും മാറ്റി വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ, ഹോം സ്കൂളിംഗ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലണ്ടനിലെ ഒരു കാത്തലിക് പ്രൈവറ്റ് സ്കൂളിൽ നിന്നും പിന്നീട് മാഞ്ചസ്റ്ററിലെ ഒരു ഇസ്ലാമിക് സ്കൂളിലേക്ക് മാറിയ ശേഷമാണ് 5 വർഷത്തോളം നീണ്ട ചിന്തകൾക്കൊടുവിൽ അവർ ഈ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്. എന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കി ഭരിക്കുന്ന, അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാവിയിലേക്ക് കുട്ടികളെ സജ്ജരാക്കാൻ 100 വർഷം പഴക്കമുള്ള ഈ സ്കൂൾ സംവിധാനങ്ങൾക്ക് കഴിയില്ല. ഉയർന്ന സ്വയംപ്രാപ്തിയുള്ള അഥവാ ഹൈ ഏജൻസിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഹോം സ്കൂളിംഗ് മാത്രമാണ് പ്രായോഗികമായ ഒരേയൊരു വഴി. നോക്കൂ, ഈ കേസ് സ്റ്റഡി വളരെ കൃത്യമായി ഇന്നത്തെ പല മാതാപിതാക്കളുടെയും ആശങ്കകളെ തുറന്നു കാണിക്കുന്നുണ്ട് എന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിലെ പരിഹാരമായി അവർ കണ്ടെത്തിയ ഹോം സ്കൂളിംഗ് എന്ന ആശയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പാണുള്ളത്. കുട്ടികൾക്ക് പൂർണ്ണമായ വ്യക്തിഗത ശ്രദ്ധ നൽകുക, അവരുടെ കഴിവുകൾക്കനുസരിച്ച് പഠിപ്പിക്കുക എന്നതൊക്കെ കേൾക്കാൻ വളരെ മനോഹരമായ കാര്യങ്ങളാണ്. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇതൊരു വലിയ ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട്. ഹോം സ്കൂളിംഗ് മാതാപിതാക്കളിൽ അടിച്ചേൽപ്പിക്കുന്നത് താങ്ങാനാവാത്ത ഭാരമാണ്. മാത്രമല്ല, ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് കുട്ടികൾ പഠിക്കുന്നത് സ്കൂളുകളിലെ വൈവിധ്യമാർന്ന ചുറ്റുപാടുകളിൽ നിന്നാണ്. ആ സ്വാഭാവികമായ സാമൂഹിക ഇടപെടലുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് കുട്ടികളുടെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കും. ഇതൊരു റൊമാന്റിസൈസ് ചെയ്യപ്പെട്ട ആശയം മാത്രമാണ്. മറിച്ച് നിലവിലെ സിസ്റ്റം എത്രത്തോളം പരാജയമാണ് എന്നതിന്റെ കൃത്യമായ തിരിച്ചറിവാണ്. നിലവിലെ പരമ്പരാഗത സ്കൂളുകളുടെ ഘടന എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ക്ലാസ്സിൽ 20ഓ 30ഓ കുട്ടികളുണ്ടാകും. അവിടെ ഒരു അധ്യാപകന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആരും പരാജയപ്പെടാതിരിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ ക്ലാസ്സിലെ ശരാശരി നിലവാരമുള്ള കുട്ടികളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരും ഒരേ വേഗതയിൽ പഠിക്കണം, എല്ലാവർക്കും ഒരേ സിലബസ്. ഈ പ്രക്രിയയിൽ അസാധാരണ മികവ് പുലർത്തുന്ന കുട്ടികൾ പൂർണ്ണമായും അവഗണിക്കപ്പെടുകയാണ്. ഈ കേസ് സ്റ്റഡിയിലെ പിതാവിന്റെ സ്വന്തം അനുഭവം തന്നെ വലിയൊരു ഉദാഹരണമാണ്. സ്കൂളിന് പുറത്തുനിന്നും കുമ്മൺ മാത്സ് പോലെയുള്ള കോഴ്സുകൾ ചെയ്തതുകൊണ്ട് തന്റെ സെക്കൻഡറി സ്കൂളിലെ കണക്ക് ക്ലാസുകളിൽ തുടർച്ചയായ 5 വർഷം താൻ വെറുതെ പുസ്തകം വായിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട ഏറ്റവും വിലപ്പെട്ട സമയമാണവിടെ നഷ്ടമാകുന്നത്. ഈ വ്യവസ്ഥിതിയിൽ മാറ്റം വരുത്താതെ നമ്മൾ എങ്ങനെയാണ് ഭാവിയിലേക്ക് കുട്ടികളെ സജ്ജരാക്കുക? അക്കാദമികമായ ചില പോരായ്മകൾ സ്കൂളുകൾക്ക് ഉണ്ടാകാമെന്ന കാര്യം സത്യമാണ്. പക്ഷേ ഈ അച്ഛൻ പറയുന്നത് കേട്ട് എല്ലാ മാതാപിതാക്കളും സ്വന്തം കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഈ വ്യക്തിഗത പാഠ്യപദ്ധതി എന്ന ആശയം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടില്ലെന്ന് നടക്കരുത്. ഈ തീരുമാനം ആ കുടുംബത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. ഡോക്ടറായ ആ അമ്മ സ്വന്തം കരിയറും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒരുമിച്ചു കൊണ്ടുപോകാൻ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് സ്രോതസ്സിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. പകൽ മുഴുവൻ രോഗികളെ നോക്കി തളർന്നുവരുന്നൊരമ്മ രാത്രി ഇരുന്ന് പിറ്റേ ദിവസത്തേക്കുള്ള ലെസൺ പ്ലാൻ തയ്യാറാക്കണം. അതെ, അതൊരു വെല്ലുവിളിയാണ്. തീർച്ചയായും വലിയ വെല്ലുവിളിയാണ്. ഇതൊരു ഇൻസ്റ്റഗ്രാം റീൽ പോലെ മനോഹരമല്ലെന്നും ഇതിന് വലിയ അച്ചടക്കവും ക്ഷമയും ആവശ്യമാണെന്നും ആ പിതാവ് തന്നെ സമ്മതിക്കുന്നുണ്ട്. കൂടാതെ ഒരേ ആളുകളോടൊപ്പം, അതായത് അച്ഛനും അമ്മയും കുട്ടികൾ മാത്രം എപ്പോഴും വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്നത് അവരിൽ ഒരുതരം വീർപ്പുമുട്ടൽ, ക്ലോസ്ട്രോഫോബിയ ഉണ്ടാക്കുന്നുവെന്നതും നിസ്സാരമായി കാണാൻ കഴിയില്ല. സ്കൂൾ എന്നത് വെറുമൊരു പഠനകേന്ദ്രം മാത്രമല്ല, രക്ഷിതാക്കൾക്കതൊരു വലിയ ആശ്വാസം കൂടിയാണ്. മാതാപിതാക്കളുടെ സമ്മർദ്ദത്തെക്കുറിച്ച് പറഞ്ഞത് ശരിയാണ്. എന്നാൽ എന്തിനു വേണ്ടിയാണ് അവർ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ ലോകം സഞ്ചരിക്കുന്ന വേഗതയാണ് ഇതിലെ പ്രധാന ഘടകം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI സാങ്കേതികവിദ്യയുടെ കടന്നുവരവോടെ തൊഴിൽ മേഖലകൾ ആഴ്ചകളും മാസങ്ങളും കൊണ്ടാണ് മാറിമറിയുന്നത്.
10 വർഷത്തിനു ശേഷം ലോകമെങ്ങനെയായിരിക്കുമെന്ന് ഇന്ന് ലോകത്താർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ 19-ാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവകാലത്ത് രൂപകൽപ്പന ചെയ്ത ഒട്ടും മാറാൻ തയ്യാറല്ലാത്ത ഒരു സിലബസ് പിന്തുടരുന്ന സ്കൂളുകളിലേക്ക് കുട്ടികളെ എന്തിനു വിടണം? പക്ഷേ സ്കൂളുകൾ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അടിസ്ഥാനം തന്നെയാണ് പ്രശ്നം. ഈ അനിശ്ചിതമായ ഭാവിയെ നേരിടാൻ കുട്ടികൾക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ ഏജൻസിയാണ്. അതായത് ഒരു പ്രശ്നം വന്നാൽ മറ്റൊരാളുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കാതെ സ്വന്തമായി ചിന്തിച്ച് പെട്ടെന്ന് തീരുമാനങ്ങളെടുക്കാനും എന്ത് കാര്യവും സ്വയം പഠിച്ചെടുക്കാനുമുള്ള കഴിവ്. സ്കൂളിലെ ബെല്ലടിക്കുമ്പോൾ മാത്രം പുസ്തകം തുറക്കുന്ന ഒരു കുട്ടിക്ക് ഈ സ്വയംപ്രാപ്തി ഒരിക്കലും ലഭിക്കില്ല. ഈ ഹൈ ഏജൻസിയും വിപ്ലവകരമായ വിദ്യാഭ്യാസവുമൊക്കെ തിയറിയിൽ കൊള്ളാം. പക്ഷെ അവരിപ്പോ യഥാർത്ഥത്തിൽ എന്താണ് വീട്ടിൽ ചെയ്യുന്നതെന്ന് നോക്കൂ. കഴിഞ്ഞ 2 മാസമായി അവർ പിന്തുടരുന്നത് 6 മാസത്തെ ഡീസ്കൂളിംഗ് രീതിയാണ്. സ്കൂളിലെ ചിട്ടകളിൽ നിന്നും മാറി നിൽക്കുന്ന ഈ സമയത്ത് അവർ പഠിപ്പിക്കുന്നത് ഖുർആൻ, അടിസ്ഥാന കണക്ക്, ഇംഗ്ലീഷ്, പിന്നെ നോൺ വെർബൽ റീസണിംഗ് എന്നിവയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതൊരിക്കലും പരമ്പരാഗത പാഠ്യപദ്ധതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നല്ലല്ലോ. സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അതേ അടിസ്ഥാന വിഷയങ്ങൾ തന്നെയാണ് അവരും വീട്ടിലിരുന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതൊരു താൽക്കാലികമായ വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പ്രായോഗികമായി അവർക്ക് ആ പഴയ സിലബസിലേക്ക് തന്നെ തിരികെ പോകേണ്ടി വരുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഇത്ര വലിയ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ സ്കൂളുകൾ നൽകുന്ന ഘടനാപരമായ ഒരു വിദ്യാഭ്യാസത്തിൽ നിന്നും കുട്ടികളെ പൂർണ്ണമായും മാറ്റി നിർത്തുന്നത് വലിയൊരു റിസ്ക് അല്ലേ? ഒരു പരീക്ഷണവസ്തുവായി കുട്ടികളെ മാറ്റുകയാണോ ഇവിടെ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഡീസ്കൂളിംഗ് എന്നത് കേവലം ഒരു തുടക്കം മാത്രമാണ്. അതൊരു സിലബസ് അല്ല. സ്കൂൾ എന്ന സിസ്റ്റം കുട്ടികളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഒരേ കസേരയിലിരുന്ന് പഠിക്കുക എന്ന രീതിയിൽ നിന്നുള്ള ഒരു ഡീടോക്സിഫിക്കേഷനാണ് ഡീസ്കൂളിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹോം സ്കൂളിംഗ് അവർക്ക് നൽകുന്ന വലിയ സ്വാതന്ത്ര്യമാണ്. ഉദാഹരണത്തിന് ലണ്ടനിലെ ആ പോസ്റ്റ് കോഡ് ലോട്ടറി എന്ന പ്രശ്നം തന്നെ എടുക്കാം. അതെ, നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ പോസ്റ്റ് കോഡ് അനുസരിച്ചാണ് കുട്ടികൾക്ക് നല്ല സ്കൂളുകൾ കിട്ടുന്നത്. ഇതൊരു വലിയ തലവേദനയാണ്. ഹോം സ്കൂളിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ പ്രശ്നം പൂർണ്ണമായും ഇല്ലാതാകുന്നു. മറ്റൊന്ന് യാത്രാ സ്വാതന്ത്ര്യമാണ്. അവധിക്കാലങ്ങളിൽ മാത്രം യാത്ര ചെയ്യുന്നതിന് പകരം സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലും UAE-യിലുമുള്ള തങ്ങളുടെ ഓഫീസുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുട്ടികളെയും ഒപ്പം കൂട്ടാൻ ഈ മാതാപിതാക്കൾക്ക് കഴിയുന്നു. വിദേശത്ത് വെച്ചൊരു മോഷണം നടന്നാൽ അതിനെങ്ങനെ നേരിടണം, പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള യഥാർത്ഥ ജീവൽ പ്രശ്നങ്ങൾ ക്ലാസ് മുറികളിലെ പുസ്തകങ്ങളിൽ നിന്നൊരിക്കലും ലഭിക്കില്ല. ഈ റിയൽ വേൾഡ് ലേണിംഗ് ആണ് ഹോം സ്കൂളിംഗിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതൊരു വലിയ പ്രിവിലേജ് ആണെന്ന കാര്യം നമ്മൾ എങ്ങനെയാണ് കണ്ടില്ലെന്ന് നടക്കുക? ഈ പറയുന്ന യാത്രാ സ്വാതന്ത്ര്യവും ലോകം ചുറ്റിയുള്ള പഠനവുമൊക്കെ കേവലം ഒരു ചെറിയ ശതമാനം വരുന്ന സമ്പന്നരായ ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ആനുകൂല്യമാണ്. സ്വന്തമായി കമ്പനിയുള്ള ഒരു സിഇഒയ്ക്കും ഒരു ഡോക്ടർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനും അവിടെ വെച്ച് ലാപ്ടോപ്പിൽ കുട്ടികളെ പഠിപ്പിക്കാനും കഴിഞ്ഞേക്കാം. എന്നാൽ ഇതൊരു സാർവത്രികമായ വിദ്യാഭ്യാസ മാതൃകയല്ല. സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് ഇത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ശരിയാണ്, എല്ലാവർക്കും കഴിയില്ല. പിന്നെ സ്കൂളുകൾ അവധിക്കാലത്തല്ലാതെ യാത്ര ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ വെക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തിലൊരു തുടർച്ചയുണ്ടാകാൻ വേണ്ടിയാണ്, അല്ലാതെ അവരെ ഉപദ്രവിക്കാനല്ല. ഇനി പാഠ്യേതര വിഷയങ്ങളുടെ കാര്യം നോക്കാം. ഹൈക്കിംഗ്, ബോക്സിംഗ്, റെസ്ലിംഗ്, ആർട്സ് ക്ലബ്ബുകൾ, സ്കൗട്ട്സ് എന്നിവയിലൂടെ അവർ കുട്ടികൾക്ക് പാഠ്യേതര വിഷയങ്ങൾ നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആഴ്ചയിൽ 2 മണിക്കൂർ നടക്കുന്ന ഒരു സ്കൗട്ട് ക്യാമ്പിൽ പോയാൽ തീരുന്നതാണോ കുട്ടികളുടെ സാമൂഹിക ഇടപെടലുകൾ? ഒരു ക്ലാസ് റൂമിൽ 50 വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള കുട്ടികളുമായി, പലതരം സ്വഭാവമുള്ളവരുമായി ദിവസവും 8 മണിക്കൂർ ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ സംവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇതൊന്നും പകരമാവില്ല. സാർവത്രികമായ മാതൃകയല്ലെങ്കിലും തങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു രീതി മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുന്നതിലൊരു തെറ്റുമില്ലല്ലോ. എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല എന്നത് ഇതൊരു മോശം തീരുമാനമാണെന്നതിന് തെളിവല്ല. പരമ്പരാഗത സ്കൂളുകളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഒരേ അച്ചിൽ വാർത്തവരാണെന്ന ധാരണയാണ്. ചില കുട്ടികൾക്ക് കണക്കിലായിരിക്കും താൽപ്പര്യം, ചിലർക്ക് ചരിത്രത്തിലോ വരയ്ക്കാനോ ആയിരിക്കും. ഒരു സ്കൂളിലും ഒരു കുട്ടിക്ക് അവനിഷ്ടമുള്ള വിഷയത്തിൽ 2 മണിക്കൂർ കൂടുതൽ ചെലവഴിക്കാൻ കഴിയില്ല. ബെല്ലടിച്ചാൽ അടുത്ത പുസ്തകമെടുക്കണം. എന്നാൽ ഹോം സ്കൂളിംഗിൽ അതിനുള്ള അവസരമുണ്ട്. കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് മുന്നേറാം.
ഇനി നിങ്ങൾ പറഞ്ഞ ആ സാമൂഹിക ഇടപെടലുകളുടെ കാര്യം, പലപ്പോഴും സ്കൂളുകളിലെ സാമൂഹിക ചുറ്റുപാടെന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന പിയർ പ്രഷറും ബുള്ളിങ്ങിങ്ങും ഒക്കെയാണ്. സിസ്റ്റത്തിനനുസരിച്ച് കുട്ടിയെ മാറ്റുന്നതിന് പകരം കുട്ടിക്കനുസരിച്ച്, അവരുടെ മാനസിക വളർച്ചയ്ക്കനുസരിച്ച് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ ഹോം സ്കൂളിങ്ങിലെ മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ട്. താൽപ്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്നത് കേൾക്കാൻ നല്ലതാണ്, പക്ഷേ അതവരെ ഭാവിയിൽ ദുർബലരാക്കും. സ്കൂളുകളിലെ അടിസ്ഥാന പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു കുട്ടിക്ക് വിവിധ വിഷയങ്ങളിൽ അടിസ്ഥാനപരമായ അറിവ് ലഭിക്കാനാണ്. തനിക്കിഷ്ടമില്ലാത്ത വിഷയങ്ങൾ കൂടി പഠിക്കാൻ നിർബന്ധിതനാകുമ്പോൾ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനും താൽപ്പര്യമില്ലാത്ത കാര്യങ്ങളോടും ആളുകളോടും സഹിഷ്ണുത കാണിക്കാനുമാണ് ആ കുട്ടി പഠിക്കുന്നത്. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനോ ഇഷ്ടമുള്ള ആളുകളോട് മാത്രം സംസാരിക്കാനോ കഴിയില്ലല്ലോ. ഹോം സ്കൂളിങ്ങിൽ കുട്ടികൾക്ക് എപ്പോഴും അവരുടെ ഈ കംഫോർട്ട് സോണിൽ മാത്രം നിൽക്കാൻ അവസരം ലഭിക്കുമ്പോൾ ഭാവിയിൽ അവർ വലിയൊരു കോർപ്പറേറ്റ് ഓഫീസിലോ യൂണിവേഴ്സിറ്റിയിലോ എത്തുമ്പോൾ അവിടുത്തെ സമ്മർദ്ദങ്ങളെ അവരെങ്ങനെ നേരിടും? ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടിക്കാലത്ത് തന്നെ അനുഭവിക്കുന്നത് അവരുടെ മാനസിക വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഈ കംഫർട്ട് സോൺ വാദം നിലനിൽക്കെ തന്നെ ഈ കുടുംബമെടുത്ത തീരുമാനത്തിന്റെ മറ്റൊരു പ്രധാന വശം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അത് കേവലം പഠനം മാത്രമല്ല, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും തർബിയയുമാണ്. തങ്ങളുടെ കുട്ടികളുടെ മൂല്യവൽക്കരണം അല്ലെങ്കിൽ തർബയ്യ മറ്റൊരാളെ ഏൽപ്പിക്കാൻ ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നില്ല. ലണ്ടനിലെ കാത്തലിക് സ്കൂളിൽ നിന്നും മാഞ്ചസ്റ്ററിലെ ഇസ്ലാമിക് സ്കൂളിലേക്ക് മാറിയിട്ടും അവർക്ക് തൃപ്തി ലഭിക്കാതിരുന്നതിന്റെ പ്രധാന കാരണം അതാണ്. സ്വന്തം വിശ്വാസത്തിൽപ്പെടാത്ത അല്ലെങ്കിൽ ആ വിശ്വാസത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത അധ്യാപകർ പഠിപ്പിക്കുന്ന വരണ്ട ചില മതപഠന ക്ലാസുകളേക്കാൾ അവരാഗ്രഹിക്കുന്നത് അതൊരു ജീവിത രീതിയായി കുട്ടികൾ കാണണമെന്നാണ്. ഖുർആൻ, ഹിഫ്സ് അഥവാ മനപ്പാഠമാക്കൽ, അറബിക് എന്നിവ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഹോം സ്കൂളിംഗ് അവരെ സഹായിക്കുന്നു. ആഴ്ചയിൽ 2 ദിവസം മാത്രം പഠിപ്പിക്കേണ്ട ഒന്നല്ലിത്. ഉത്തരവാദിത്തമുള്ള കുട്ടികളായി വളർത്തി അവരെ സ്വർഗത്തിലേക്ക് അഥവാ ജന്നയിലേക്ക് നയിക്കുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ആ മാതാപിതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം സംസ്കാരവും മൂല്യങ്ങളും കൃത്യമായി പകർന്നു നൽകാൻ ഈ രീതിയേക്കാൾ മികച്ച മറ്റെന്തുണ്ട്? സ്വന്തം വിശ്വാസങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകാനുള്ള മാതാപിതാക്കളുടെ ആഗ്രഹത്തെയും അവകാശത്തെയും ഞാൻ പൂർണ്ണമായും മാനിക്കുന്നു. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. കുട്ടികളെ ബാഹ്യലോകത്തെ സ്വാധീനങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറ്റി നിർത്തി ഒരു ബബിളിനുള്ളിൽ വളർത്തുകയാണ് അവർ ചെയ്യുന്നത്. ഇതൊരു വലിയ അപകടമാണ്. വ്യത്യസ്ത മതങ്ങളും ചിന്താഗതികളും ജീവിതരീതികളുമുള്ള ഒരു തുറന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്കൂളുകൾ എന്ന് പറയുന്നത് ഈ വലിയ സമൂഹത്തിന്റെ ഒരു ചെറിയ പ്രതിരൂപമാണ്. അവിടെ വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള കുട്ടികളുമായി ഇടപഴകുമ്പോഴാണ് സ്വന്തം വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ഒരു കുട്ടി ശരിക്കും പഠിക്കുന്നത്. അതിനു പകരം പുറത്തുനിന്നുള്ള ഒരു കാറ്റുമേൽക്കാതെ കുട്ടികളെ വളർത്തിയാൽ നാളെ അവർക്ക് 20 വയസ്സാകുമ്പോൾ ഈ തുറന്ന ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരും. അന്നവർ കേൾക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. സ്വന്തം വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അവർ പഠിക്കേണ്ടത് ഈ ചെറുപ്രായത്തിലാണ്. കാരണം ഈ മാതാപിതാക്കളുടെ സമീപനത്തിൽ എനിക്ക് ഏറ്റവും മതിപ്പുളവാക്കിയ ഒരു കാര്യമുണ്ട്. അവരിതൊരു അന്ധമായ അല്ലെങ്കിൽ തികച്ചും പ്രത്യയാശ്രയപരമായ ഒരാശയമായിട്ടല്ല കാണുന്നത്. വളരെ തുറന്ന ഒരു സമീപനമാണ് അവരുടേത്. 6 മുതൽ 12 മാസം വരെ ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. അതിനുശേഷം കുട്ടികളുടെ പ്രതികരണവും പുരോഗതിയും വിലയിരുത്തി ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ അവർ തയ്യാറാണ് എന്നവർ പറയുന്നുണ്ട്. തങ്ങളുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റാകാം എന്ന തിരിച്ചറിവാണ് ഹോം സ്കൂളിങ്ങിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നത്. കുട്ടികൾ നൽകുന്ന ഫീഡ്ബാക്ക് കേൾക്കാനും അതനുസരിച്ച് തങ്ങളുടെ രീതികളിൽ മാറ്റം വരുത്താനുമുള്ള ഈ വലിയ മനസ്സ് പരമ്പരാഗത സ്കൂളുകളിൽ ഒരിക്കലും കാണാൻ കഴിയില്ല. കുട്ടികൾക്ക് എന്ത് വേണമെന്ന് മനസ്സിലാക്കി അവർക്കൊപ്പം സഞ്ചരിക്കാനുള്ള ഈ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ശക്തി. തുറന്ന സമീപനത്തെ ഞാൻ തീർച്ചയായും അംഗീകരിക്കുന്നു. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ പ്രായോഗികത തന്നെ ഈ തീരുമാനത്തിലെ വലിയൊരു പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ മാറ്റം അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അവർക്ക് തന്നെ അറിയാം. ജോലിയും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ സമ്മർദ്ദം, പ്രത്യേകിച്ച് ഫുൾ ടൈം ഡോക്ടറായ അമ്മയുടെ മേലുള്ള ഈ അമിതഭാരം ഈ തീരുമാനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു 6 മാസമോ ഒരു വർഷമോ കഴിഞ്ഞ് ഇത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് കണ്ട് അവർക്ക് ഇതിൽ നിന്നും പിന്തിരിയേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന വലിയൊരു വിടവ് എങ്ങനെ നികത്തും?
യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ സ്വാതന്ത്ര്യം അനുഭവിച്ച, ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളത് മാത്രം പഠിച്ച ആ കുട്ടികളെ തിരികെ ഒരു സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുക എന്നത് മാനസികമായി അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. ചുരുക്കത്തിൽ, വളരെ മികച്ച ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ ആരംഭിക്കുന്നെങ്കിലും ഇതിന്റെ പ്രായോഗികമായ പ്രതിസന്ധികൾ ആത്യന്തികമായി കുട്ടികളുടെ ഭാവിയെ തന്നെ ദോഷകരമായി ബാധിക്കാൻ വലിയ സാധ്യതയുണ്ട്. തീർച്ചയായും ഇതൊരു ലളിതമായ യാത്രയല്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ വിഷയത്തിലെ എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. കുട്ടികളുടെ ഭാവിക്കായി അവരുടെ വ്യക്തിഗത കഴിവുകൾക്കും സാംസ്കാരിക മൂല്യങ്ങൾക്കും പൂർണ്ണമായ മുൻഗണന നൽകിക്കൊണ്ട് സ്വന്തമായി ഒരു വിദ്യാഭ്യാസ സംവിധാനം രൂപപ്പെടുത്താനുള്ള ഈ മാതാപിതാക്കളുടെ ധീരമായ തീരുമാനത്തെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. AI പോലെയുള്ള സാങ്കേതിക വിദ്യകൾ നമ്മുടെ തൊഴിൽ മേഖലകളെ അടിസ്ഥാനപരമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഉയർന്ന സ്വയം പ്രാപ്തിയുള്ള, ഏത് അപ്രതീക്ഷിത സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഹോം സ്കൂളിംഗ് പോലെയുള്ള വഴക്കമുള്ള സംവിധാനങ്ങൾ അനിവാര്യമാണ്. മാതാപിതാക്കൾ നേരിടുന്ന സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും വ്യക്തിഗത ശ്രദ്ധയും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും ആ കുട്ടികൾക്ക് നൽകുന്ന നേട്ടങ്ങൾ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഇതിലെ ഉദ്ദേശശുദ്ധിയെ ഞാൻ മാനിക്കുമ്പോഴും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രക്രിയ മാതാപിതാക്കളിലുണ്ടാക്കുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലുതാണ്. പൂർണ്ണമായും മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലുള്ള പരിമിതമായ സാമൂഹിക ചുറ്റുപാടുകൾ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ വലിയ പോരായ്മകളുണ്ടാക്കും. വ്യത്യസ്ത അഭിപ്രായങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തികച്ചും അപരിചിതമായ സാഹചര്യങ്ങളെയും നേരിടാൻ സ്കൂളുകൾ നൽകുന്ന ആ സ്വാഭാവികമായ അനുഭവങ്ങൾ വീടിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് നൽകാൻ കഴിയില്ല. മികച്ചൊരാശയമായി തോന്നുമ്പോഴും പ്രായോഗികമായി വലിയ പ്രതിസന്ധികൾ നിറഞ്ഞൊരു പാതയാണിതെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, മാറുന്ന ലോകത്ത് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നും അത് നൽകേണ്ടത് പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന സ്കൂളുകളാണോ അതോ സ്വന്തം കുടുംബമാണോ എന്നതുൾപ്പെടെയുള്ള വളരെ സങ്കീർണമായ ഒരുപിടി ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ സംവാദം അവസാനിപ്പിക്കുന്നത്. രണ്ടു വാദങ്ങളിലും കൃത്യമായ യുക്തിയുണ്ട്. ഹോം സ്കൂളിംഗിന്റെ സ്വാതന്ത്ര്യവും സ്കൂളുകളുടെ ഘടനാപരമായ രീതികളും തമ്മിലുള്ള ഈ ചർച്ചയിൽ ലഭ്യമായ വസ്തുതകളിൽ നിന്നും സ്വന്തമായൊരു നിഗമനത്തിലെത്താൻ കേൾവിക്കാരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കൂടുതൽ അന്വേഷണങ്ങൾക്കും ചർച്ചകൾക്കുമുള്ള വാതിലുകൾ എപ്പോഴും തുറന്നിടാം. മികച്ചൊരു ചിന്താവിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.